ശ്യാം, ഞാൻ ചോദിച്ചത് ഇന്നലെ വരെ BJP നേതാക്കൾ ഈ സിനിമ കാണാൻ തയ്യാറാണ് അല്ലെങ്കിൽ കാണും എന്ന് വരെ പറഞ്ഞിരുന്ന നേതാക്കളാണ്. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വരെ നിലപാട് മാറ്റുകയാണ്. RSSൽ വീണ്ടും ലേഖനവും വരികയാണ്. RSS മുഖമാസികയിൽ വീണ്ടും ലേഖനവും വരികയാണ്. ഇന്നിപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച ശേഷവും നിങ്ങൾ എന്താണ് അതിനെടുക്കുന്ന നിലപാട്? ഖേദം പ്രകടിപ്പിക്കുന്നു, ആ ഖേദപ്രകടനം ഒരു പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ അങ്ങ് അംഗീകരിക്കുകയാണ്. ഇനി സിനിമ കട്ട് ചെയ്ത ശേഷം ആളുകൾ കാണട്ടെ, ഇതാണോ നിങ്ങളുടെ നിലപാട്? സ്മൃതി, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും വൺ വേ ട്രാഫിക് അല്ല. പൃഥ്വിരാജിന് ഒരു സിനിമ സംവിധാനം ചെയ്യാം, മുരളി ഗോപിക്ക് അതിന് സ്ക്രിപ്റ്റ് എഴുതാം, ലാലേട്ടൻ അഭിനയിക്കുകയും ചെയ്യാം. അതിൽ വന്ന ചില സീനുകളെക്കുറിച്ചിട്ട് അല്ലെ ചില ഭാഗങ്ങളെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വ്യാപകമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയും ആ എതിർപ്പിനെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അതിൽ നായകനായിട്ട് അഭിനയിച്ച ലാലേട്ടനും ആ എതിർപ്പുകളിൽ ശരിയുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പറഞ്ഞത് എഡിറ്റ് ചെയ്യാം, അവർ റീ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 17 ഇടങ്ങളിൽ എന്താണോ അവർക്ക് തെറ്റെന്ന് തോന്നിയത്, അല്ലെങ്കിൽ 17 ഇടങ്ങളിൽ എന്താണോ അത് കാണിക്കേണ്ടി ഇരുന്നില്ല എന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തോന്നിയത്, ആ ഭാഗമാണ് അവർ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിൽ ഒരു സിനിമ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനെതിരെ വിമർശനം ഉണ്ടാകുന്നു, അഭിപ്രായം ഉണ്ടാകുന്നതുമല്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദ എഡിറ്റർ പ്രോഗ്രാമിൽ തന്നെ കേരള സ്റ്റോറിക്കെതിരെ കേരള സ്റ്റോറിക്കെതിരെ വിവിധ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ചില അഭിപ്രായങ്ങൾ കേരളത്തിനെതിരായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ രസകരമായിട്ടൊരു പോസ്റ്ററും കൂടി ഞാനൊന്ന് വായിക്കാം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കേരള സ്റ്റോറി, മതവികാരം വ്രണപ്പെടുന്നതും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്നതുമായ ദി കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക ഡിവൈഎഫ്ഐ. ഇന്നലത്തെ അവരുടെ പോസ്റ്റ്, എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന സംഘപരിവാർ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക. അപ്പോൾ ഒരു സിനിമ വരുമ്പോഴത്തേക്കൊരു അതിനെതിരെ വിമർശനം നടത്തുന്നതോ അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു. VD സതീശനൊക്കെ പറഞ്ഞത് കേരളത്തിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കരുതെന്നാണ്. കേരളത്തിൽ എവിടെയെങ്കിലും, ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്നോ ഇതിനെതിരെ പ്രകടനം നടത്തുകയോ, കുറച്ചു മുമ്പേ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഏതെങ്കിലും സ്റ്റാളുകൾ ഇടുകയോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെതിരെ ആദ്യമായിട്ട് വിമർശനം വരുന്ന ഒരു സിനിമയുമല്ല ഇത്. ഈ സിനിമയിൽ ഞങ്ങൾക്കെതിരെ വിമർശനമുണ്ടെന്ന് അത് അതിരാവിലെ സെർവർ ഡൗൺ ആയിട്ട് പോലും സിനിമ ബുക്ക് ചെയ്ത് കണ്ട സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകര്, അതിരാവിലെയും പാതിരാത്രിയിലും പോയി സിനിമ കണ്ട പ്രേക്ഷകര്, കഷ്ടപ്പെട്ട് പോയി സിനിമ കണ്ട പ്രേക്ഷകർ, അവർക്ക് തോന്നി, അതിൽ ഞങ്ങളുടെ ആളുകളുമുണ്ട്, അവർക്ക് തോന്നിയതിന്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സിനിമകൾ ആൾക്കൂട്ടം സെൻസർ ചെയ്യും അല്ലേ? സെൻസർ ബോർഡിന്റെ ആവശ്യമില്ല. ഇനി ആൾക്കൂട്ടം അഭിപ്രായം പറയും. നിങ്ങൾ പറഞ്ഞ സെൻസറിംഗ് ആയിരുന്നോ? കേരള സ്റ്റോറിക്കെതിരെ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് കേരളത്തിലെ റിയൽ സ്റ്റോറിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നു. അതിൽ പറഞ്ഞ പെരുപ്പിച്ച കണക്കുകൾ കള്ളമാണ് എന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. 32,000-ൽ നിന്നും 3-ലേക്ക് ചുരുങ്ങുന്ന കഥ മാത്രമല്ല, ഒരു വിഭാഗം പൂർണ്ണമായും ഇവിടെ തീവ്രവാദത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതാണ് എന്ന രൂപത്തിലാണ് സിനിമ അവതരിപ്പിച്ചത്. ഇതങ്ങനെയല്ല, ഇതിവിടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ശ്യാംരാജ്, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ഇരട്ടത്താപ്പ് അവിടെയാണ്. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് 4 പേർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം. അത് സെൻസറിംഗ് അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന അഭിപ്രായം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ശ്യാംരാജ്. പക്ഷേ അത് റീ എഡിറ്റ് ചെയ്ത് റീസെൻസറിംഗിലേക്ക് അത് എത്തിക്കുക, അതിൽ അഭിനയിച്ച നടന് അതിൽ ഖേദപ്രകടനം നടത്തേണ്ടി വരിക, ആ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ ശക്തിക്ക് അതിനുള്ള ബലമുണ്ട്. ശ്യാംരാജ്, നിങ്ങളുടെ രാഷ്ട്രീയ മുഷ്ക് ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞു പോയ കാര്യമില്ല കേട്ടോ. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഇതാണ്. നിങ്ങൾ ആദ്യം ചോദ്യം കേൾക്കൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ. ശ്യാംരാജ്, പ്രത്യേകിച്ച് ഇടതുപക്ഷവും ചില മാധ്യമ പ്രവർത്തകരും കൂടിയിരുന്ന് നിങ്ങളുടെ അജണ്ട ശ്യാംരാജ് അത് നടക്കൂല. നിങ്ങളുടെ അജണ്ട നടന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. നിങ്ങളുടെ അജണ്ട നടപ്പാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. എന്താണ് നിങ്ങളുടെ അജണ്ട നടപ്പാക്കിയതിനെ കുറിച്ചാണ് ചർച്ച. ഇവിടെ മോഹൻലാലിന്റെ ഖേദം പ്രകടിപ്പിക്കേണ്ടതിലേക്ക്, ഈ സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ടതിലേക്ക് അവരെ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു നിങ്ങൾ. ട്രാഫിക് അല്ല ഈ ചർച്ച, സംഘപരിവാറിനെതിരെയുള്ള ചർച്ചയല്ല ഈ ചർച്ച, BJPക്ക് RSSനെതിരെയുള്ള ചർച്ചയല്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഴുവൻ സിനിമകളെ കുറിച്ചും പറയണമെന്നേ.
നിങ്ങൾ ചർച്ച ചെയ്ത സിനിമകളെ കുറിച്ചിട്ട് പറയണമെന്നേ, റിപ്പോർട്ടർ ടിവിയിൽ ചർച്ച ചെയ്ത സിനിമകളെ കുറിച്ച് പറയണമെന്നേ, സ്മൃതി പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് പറയണമെന്നേ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ, BJP പറഞ്ഞ, RSS പറഞ്ഞ, ഓർഗനൈസർ പറഞ്ഞ, ഞങ്ങളുടെ പ്രവർത്തകരും അനുഭാവികളും പറഞ്ഞ വിഷയത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതിയോ? ശ്യാംരാജ്, ഇതെങ്ങനെയാണ് നമ്മുടെ വിഷയം മോഹൻലാൽ ആരോടാണ് മാപ്പ് പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങളോടാണോ? അതൊന്ന് പറയൂ. നിങ്ങളോട് മാപ്പ് പറഞ്ഞോ? സ്മൃതി, അതുമായി ബന്ധപ്പെട്ട പോയിന്റ് തന്നെയാണ് ഇതും. സ്മൃതി, അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഒരുപാട് പറയാൻ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം. നമ്മുടെ പരിമിതമായ സമയത്തിൽ ഒന്ന് സഹകരിച്ച് എമ്പുരാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം. സ്മൃതി, അത് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് ഇടയ്ക്കേറി നിങ്ങൾ പറയരുത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. എമ്പുരാനെതിരെ മാത്രമല്ല, ഇതിനു മുമ്പും പല സിനിമകൾക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പല സിനിമകൾക്കെതിരെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം ശരിയാണ്. നിങ്ങൾ മുൻപും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവാം. മുൻപ് നിങ്ങൾക്കും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പല സിനിമകളെയും നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിന്റെ പ്രചാരണത്തിന് പ്രധാനമന്ത്രി തന്നെ പോകുന്നു. ഇതൊക്കെ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് സിനിമ റീഎഡിറ്റ് ചെയ്യുകയാണ്. വിമർശനമല്ല, ഭീഷണിപ്പെടുത്തലാണ്. ഭീഷണിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് റീഎഡിറ്റ് ചെയ്യുന്നു, റീസെൻസർ ചെയ്യുന്നു, അല്ലേ? അത് ആരാണ് നിശ്ചയിക്കുന്നത്? ഇവിടെ സിനിമ ഇനിയും റീഎഡിറ്റ് ചെയ്യണം. ഈ സിനിമ ചെയ്യുന്നവർക്ക് ഇതൊന്നും ബോധമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ കഥ അവർ കൃത്യമായി പരിശോധിച്ച് അതിൽ റിസർച്ച് നടത്തിയിട്ടൊക്കെ തന്നെയാണ് ഈ സിനിമ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് നിഷ്കളങ്കമായി അതിൽ അഭിനയിച്ചു പോകുന്ന ആയിട്ട് ആരും അതിലില്ല. എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് ബോധ്യമുണ്ട്. അതിൽ പൃഥ്വിരാജിനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ ചർച്ച കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ദുരുദ്ദേശം മനസ്സിലാക്കാനാകും ഇവിടെ ആളുകൾക്ക്. ശ്യാംരാജ്, ചോദ്യം കഴിഞ്ഞോ? നിങ്ങളോടാണോ മാപ്പ് പറഞ്ഞത്? നിങ്ങളോടാണോ മാപ്പ് പറഞ്ഞത്? നിങ്ങളും ചേർന്നാണ് അഭിപ്രായം പറഞ്ഞത്. സിനിമയെ ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറയാം. ഇത് ചർച്ചയല്ലേ, അല്ലാതെ റേഡിയോ അല്ലല്ലോ. ഞാൻ പറയട്ടെ സ്മൃതി, അഭിപ്രായം പറഞ്ഞത് ഞങ്ങളും നിങ്ങളും നമ്മളും ചേർന്നിട്ടാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ റിലീസായ സിനിമകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചില സിനിമകൾ നിരോധിക്കണമെന്ന് VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. DYFI നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് കോടിയേരി എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് എന്താ പറഞ്ഞത്? ബിനീഷ് കോടിയേരി പറഞ്ഞ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള, ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടുള്ള സിനിമ ഇറക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും എമ്പുരാൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ്. സ്വാഭാവികമായിട്ട് അതിന് എതിർ വിമർശനം ഉണ്ടാകുമെന്നേ. ആ എതിർ വിമർശനത്തെ നിങ്ങൾ കാണാതെ പോകുന്ന എന്താ? ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ മറ്റൊരു തരത്തിലും, നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ആകുന്നത് എങ്ങനെയാണ്? ആര് ഭീഷണിപ്പെടുത്തി? 17 വെട്ടുകൾ വെട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങളുടെ ഏതെങ്കിലും സംവിധാനത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങളുടെ എന്തെങ്കിലും സംവിധാനത്തിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞോ? ആര് ഭീഷണിപ്പെടുത്തി? ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇത് നിങ്ങളുടെ അജണ്ടയാണ്. നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിനിമ വരുമ്പോഴത്തേക്ക് അതിനെതിരെയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്കെതിരെ ഉള്ള സിനിമ വരുമ്പോഴത്തേക്ക് അതിനനുകൂലമായിട്ടുള്ള അജണ്ടകൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ഒരാളോടും സിനിമ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ചരിത്രത്തിന്റെ അപൂർവമായിട്ട് ഒരു സിനിമ വീണ്ടും റീഎഡിറ്റ് ചെയ്യപ്പെടുന്നു. ആ റീഎഡിറ്റ് ചെയ്യപ്പെടുന്നത് പ്രേക്ഷകരുടെ, സിനിമ കണ്ടിറങ്ങിയ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ, ആ സിനിമയിലെ ലാലേട്ടനെ പോലെയുള്ള അവർ തന്നെ സ്വമനസ്സാലെ വന്ന് അങ്ങ് എഡിറ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അതെ, തമാശക്കളിയാണല്ലോ ഈ കോടികളുടെ പരിപാടി, അല്ലേ? ശരി, അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാം ഈ കേരള സമൂഹം. അല്ലല്ല, ഓർഗനൈസറിലെ ലേഖനമായാലും നിങ്ങളുടെ പ്രതികരണങ്ങളായാലും നിങ്ങളുടെ പോസ്റ്റുകളായാലും അതിന് ഭീഷണിയുടെ സ്വഭാവമേ ഇല്ല. ഇനി അതും പോട്ടെ, ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. മഞ്ജു വാര്യർ രാഷ്ട്രീയ പ്രവർത്തകയായി രംഗപ്രവേശം ചെയ്ത് അവിടെ പ്രസംഗിക്കുമ്പോൾ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസി വരുന്നുണ്ട്. മണി ലോണ്ടറിംഗ് കേസുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഭീഷണികളൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സിനിമ വന്നത്. ഒരുപക്ഷെ ഈ ഖേദവും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും അജണ്ട ആരുടെ അജണ്ടയാണ് ഇപ്പോൾ ജയിച്ചത്? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഈ വൺ വേ ട്രാഫിക്, നിങ്ങളുടെ ഈ അജണ്ട സെറ്റിംഗ് കേരളത്തിൽ നടക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല. കേരളത്തിൽ നടക്കാൻ പോകാത്തത്, കേരളത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നാണ് കേരളത്തിൽ നടക്കുന്നത്. പോകുന്നില്ല. കേരളത്തിൽ റീഎഡിറ്റിന് മുൻപ് ആ സിനിമ കാണാനുള്ള തിരക്കാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത്? സ്മൃതി, ഒരു കാര്യം, റീഎഡിറ്റിന് മുമ്പ് ആ സിനിമ കാണാനുള്ള തിരക്കാണ്. ശ്യാം, ഞാൻ സ്മൃതിയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയതിന്റെ ഒരു ഉദാഹരണം പറയും. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നോ? ഒരു ഉദാഹരണം. പൃഥ്വിരാജിനെ IS ഏജന്റായി പറഞ്ഞില്ലേ? IS-മായി ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഉദാഹരണം പറയൂ. അല്ലല്ല, നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ പറഞ്ഞേ
പൃഥ്വിരാജിന് IS-മായി ബന്ധമുണ്ടെന്ന് പറഞ്ഞോ? അതാണ് ഭീഷണി. അത് ഭീഷണിയല്ലേ? അതാണോ ഭീഷണി? ദേശദ്രോഹി എന്ന് വിളിക്കുന്ന ഭീഷണിയല്ല, രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന ഭീഷണിയല്ല. അല്ല, ഭീഷണിയുടെ സ്വഭാവം എന്ന് പറഞ്ഞുതരൂ. നൂറുകണക്കിന് അഭിപ്രായങ്ങൾ, അതൊന്നും വേണ്ട, നൂറുകണക്കിന് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും. അത് ഭീഷണിയാണോ? അത് ഏതെങ്കിലും ഒഫീഷ്യൽ സംവിധാനത്തിന്റെ ആണോ? അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായങ്ങളാണ് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും? മന്ത്രി ജോർജ് കുര്യൻ ഇന്നും അദ്ദേഹം സിനിമ കാണുമെന്ന് പറഞ്ഞല്ലോ. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ ഇന്നും പറഞ്ഞ എന്താണ്? സിനിമ ഞാൻ കാണുന്നില്ല, അത്രയുമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്, അതാണ് ഭീഷണി. ഇതാണ് സ്മൃതി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഭീഷണി എന്ന് പറയുന്നത് എന്തിനാണ്? ഞങ്ങൾ ഈ സിനിമ ബാൻ ചെയ്യാൻ എവിടെയെങ്കിലും പറഞ്ഞു? നിങ്ങൾ നോക്കൂ, കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ പ്രദർശിപ്പിക്കരുതെന്നാണ്. ഏതെങ്കിലും ഒരു ചുമതലയുള്ള ഒരാളെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കരുത്. എമ്പുരാൻ സിനിമയുടെ സംവിധായക നടനായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം കേട്ടോ. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങി അദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭീഷണിയല്ല, ഒരു അന്വേഷണ ത്വരയാണ്. എന്താണ് പറയുന്നത്? എവിടെയാണ് ഇതിന് ഭീഷണി? എവിടെയാണ് ഭീഷണി? ആരെയാണ് കളിയാക്കുന്നത്? അഭിപ്രായം പറയുന്നത് നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? എല്ലാവരും കഴിക്കുന്നവരല്ലേ? എന്തിനാണ് നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യാൻ? എന്ത് അജണ്ട? ആരുടെ അജണ്ടയെ കുറിച്ചാണ് ഇവിടെ ചർച്ച? ഞാൻ KT-യിലേക്ക് വരാം. KT കുഞ്ഞിക്കണ്ണനിലേക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.